മക്കളെ പ്ലസ് വൺ അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. സർട്ടിഫിക്കറ്റിന് വേണ്ടി പാരന്റ്സ് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നെട്ടോട്ടം ഓടി വാങ്ങിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. ഒന്ന് ജാതി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് ഇതൊക്കെ വില്ലേജിലും താലൂക്കിലൊക്കെ പോയിട്ട് ആളുകൾ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യം നിങ്ങൾക്കില്ല. പ്ലസ് വൺ അലോട്ട്മെന്റിന് ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. ഇതിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ SC ST OEC വിഭാഗക്കാരാണ്. അവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടത്. അതും നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് അത് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ കാലതാമസം വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ വില്ലേജിൽ നിന്ന് അത് കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നീട് അത് സബ്മിറ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങളിപ്പം കേരളത്തിൽ ജനിച്ച കുട്ടികളാണെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ്, 5 വർഷം ഏതെങ്കിലും സ്കൂളിൽ പഠിച്ച സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ SLC ബുക്കിൽ ജാതി രേഖപ്പെടുത്തിയിരിക്കും, മതം രേഖപ്പെടുത്തിയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം മൈനോറിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി ജാതിയും മതമൊക്കെ അതിലുണ്ട്. അത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് പരിഗണിക്കും. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും വ്യത്യസ്ത ജാതിയിലോ മതത്തിലോ പെട്ട ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അതിൽ അവരുടെ ജാതിയും മതവും എന്ത് ചെയ്യുക, പരിഗണിച്ച് മൈനോറിറ്റി ആയിട്ട് എന്ത് ചെയ്യും, അത് കൺസിഡർ ചെയ്യും. അപ്പോൾ ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓടരുത്. ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് മാത്രം എന്ത് ചെയ്യുക, വാങ്ങി വെക്കുക. ഓക്കെ.